ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആയിരുന്നു. അമേരിക്കയിലെ ഡൗ ജോൺസ് ഇൻഡെക്സ്, S&P 500 ഇൻഡെക്സ്, റസൽ 2000 ഇൻഡെക്സ്, ഈ ഇൻഡെക്സുകൾ വൊളാറ്റിലിറ്റിക്ക് ശേഷം സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം നാസ്ഡാക്ക് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെക്നോളജി സ്റ്റോക്കുകൾ മെജോറിറ്റി ഇന്നലെ സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം ടെസ്ല, ആൽഫബറ്റ്, ആമസോൺ ഈ സ്റ്റോക്കുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് അമേരിക്കയിൽ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ്. ജർമ്മൻ ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ് ഇന്നലെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്നലെ ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും താഴെയായിരുന്നു. ഇന്ന് മോർണിംഗിൽ ഏഷ്യയിലെ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റും നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ കണ്ട ദിവസമായിരുന്നു. ഇന്ന് മോർണിംഗിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. അതേസമയം മറ്റ് കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. $4,464 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. നല്ല വൊളാറ്റിലിറ്റിയാണ് ഇന്നലെ ഗോൾഡിലും കണ്ടത്. സിൽവർ ഇന്ന് മോർണിംഗിൽ ഇന്നലത്തെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $76.57 പെർ ഔൺസിനാണ് സ്പോട്ട് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. സിൽവറിലും നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റിയാണ് ഇന്നലെ കണ്ടത്. മറ്റ് കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ കമോഡിറ്റികളും ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ എല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. 89.89 രൂപ പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ചൈനീസ് ഇൻഫ്ലേഷൻ 34 മന്ത് ഹൈ ആണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് എബോവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. പൊതുവേ ഒരു ബോട്ടം ഔട്ടാണ് PPIയിൽ കാണുന്നത്. തീർച്ചയായിട്ടും ഈ ന്യൂസുകൾ ചൈനീസ് മാർക്കറ്റിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഭാരത് ഫോർജ് ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. അഗേൽ റോബോട്ടിക്സ് ലിമിറ്റഡ് ആയിട്ടാണ് AI ലെഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷന് വേണ്ടിയാണ്. ലോങ് റണ്ണിലേക്ക് പോസിറ്റീവ് ആണ്. RVNL 201 കോടി രൂപ ഓർഡർ ബാക്ക് എത്തിയിട്ടുണ്ട്. അസ്ട്ര മൈക്രോവേവിൻ്റെ JV 275 കോടി രൂപ ഓർഡർ ബാക്ക് എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് പോസിറ്റീവ് ആണ്. BHEL 5400 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ BHEL 10% താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഗവൺമെൻറ് ചൈനീസ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളെ ഇന്ത്യയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അലവ് ചെയ്യുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഡിസിഷനൊന്നും തന്നെ വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ AB ഇൻഫ്രാ ബിൽഡ് 54 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് 596 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. സാത്വിക് ഗ്രീൻ 20.8 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ 329 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. SML മഹീന്ദ്ര കമേഴ്ഷ്യൽ വെഹിക്കിൾ മാനുഫാക്ചർ ആണ്. ഡിസംബർ മാസത്തെ ഡാറ്റ വന്നിരുന്നു. സെയിൽസ് ഡാറ്റയും പ്രൊഡക്ഷൻ 39% കൂടുതലാണ്. സെയിൽസ് 77% കൂടുതലാണ്. SML ഇസുസുവിനെ മഹീന്ദ്ര ടേക്ക് ഓവർ ചെയ്തതിന് ശേഷമുള്ള നെയിമാണ് SML മഹീന്ദ്ര എന്ന് പറയുന്നത്. ഇന്നലെ Q3 റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുള്ള കമ്പനികൾ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതേസമയം എലേക്കോൺ എഞ്ചിനീയറിംഗ് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും സെല്ലേഴ്സ് ആണ്. 3367.12 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഇന്നലെ വിറ്റിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 3701.17 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് ആരംഭിക്കുന്ന മെയിൻ ബോർഡ് IPO ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് 23 രൂപയ്ക്കാണ് IPO ഓഫർ ചെയ്യുന്നത്. കോൾ ഇന്ത്യയുടെ സബ്സിഡിയറിയാണ്. മെയിൻ ബോർഡ് IPO ആണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു മെയിൻ ബോർഡ് IPO ആണ്. അപ്പോൾ എല്ലാവരും ഭാരത് കോക്കിംഗ് കോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.